നിങ്ങൾ ഹോളിവുഡിലെ ഗെയിം ഓഫ് ത്രോൺസോ അതോ മാർവലിൻ്റെ ഫാൻറ്റസി ലോകങ്ങളോ കണ്ട് കൈയടിച്ചിട്ടുള്ള ആളാണോ? എങ്കിൽ ഇനിയുള്ള കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടാൻ പോകുന്ന ഒന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കാൻ പോകുന്ന, മലയാളത്തിൽ നിന്ന് ലോക സിനിമയിലേക്ക് നീളുന്ന ഒരു ബ്രഹ്മാണ്ഡൻ വിഷ്വൽ അത്ഭുതം നമ്മുടെ അണിയറയിൽ ഒരുങ്ങുകയാണ്. അതെ, നമ്മൾ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ആ പേര്, കത്തനാർ ദ വൈൽഡ് സോഴ്സർ. നമ്മൾ ചെറുപ്പത്തിൽ ദൂരദർശനിലും കഥാപുസ്തകങ്ങളിലും കണ്ട് ശീലിപ്പിച്ച വെറും ഒരു മന്ത്രവാദിയുടെ കഥയല്ല ഇത്. ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സിനിമ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് ഹോളിവുഡിൽ കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു പാൻ വേൾഡ് മാസ്മരിക പ്രൊജക്റ്റ്. അടുത്തിടെ പുറത്തിറങ്ങിയ ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നിങ്ങൾ കണ്ടു കാണുമല്ലോ. കണ്ടവർ ആരും പറയില്ല ഇത് മലയാളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. അത്രയും ഞെട്ടിക്കുന്ന മേക്കിംഗ് ആണ് റോജിൻ തോമസും സംഘവും കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഈ ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റുകൾ, കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റ്, ഒപ്പം സോഷ്യൽ മീഡിയയിൽ മൊത്തം പിടിച്ചു കുലുക്കുന്ന ചില ഞെട്ടിക്കുന്ന റൂമറുകൾ, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം തന്നെ എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന ആ വലിയ ചോദ്യത്തിലേക്ക് വരാം. എപ്പോഴാണ് കത്തനാർ തിയേറ്ററുകളിൽ എത്തുന്നത്? നമുക്കറിയാം 2020 അനൗൺസ് ചെയ്ത പ്രൊജക്റ്റാണിത്. കോവിഡിൻ്റെ പ്രതിസന്ധികളും VFXൻ്റെ അമിത ജോലിഭാരവും കാരണം ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നീണ്ടുപോയി. ഏകദേശം 222 ദിവസങ്ങളാണ് ഈ സിനിമയ്ക്കായി മാത്രം ഷൂട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ ഇൻസൈഡ് റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ അതിൻ്റെ ഫൈനൽ VFX ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. ലേറ്റസ്റ്റ് ട്രെൻഡ് അനാലിസിസ് പ്രകാരം ഈ വർഷത്തിലെ ഏറ്റവും വലിയ റിലീസായിട്ടാണ് കത്തനാർ പ്ലാൻ ചെയ്യുന്നത്. ബക്രീദ് റിലീസായി മെയ് മാസത്തിൽ ചിത്രം എത്തുമെന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും റെഡിറ്റ് ഫ്ലോറുകളിലും സജീവമാണ്. ഒരു കാര്യം ഉറപ്പാണ്, വെറും ഒരു സാധാരണ റിലീസ് ആയിരിക്കില്ല ഇത്. ഒരേ സമയം 15 മുതൽ 17 ഭാഷകളിൽ വേൾഡ് വൈഡ് റിലീസാണ് ശ്രീ ഗോകുലം മൂവീസ് തയ്യാറെടുക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകൾക്ക് പുറമെ ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ, ഇറ്റാലിയൻ, റഷ്യൻ തുടങ്ങിയ വിദേശ ഭാഷകളും കത്തനാർ മൊഴിമാറ്റി എത്തും. മലയാളം സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചിത്രം ഇത്രയും വലിയ രീതിയിൽ ആഗോളതലത്തിൽ റിലീസ് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. 2 ഭാഗത്തുള്ള ഒരു ഫാൻറ്റസി ത്രില്ലർ ആയിട്ടാണ് ഈ ചിത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ഭാഗം റിലീസ് ആകുന്നതോടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ പിറക്കുമെന്നാണ് സിനിമാ ലോകം വിലയിരുത്തുന്നത്. ഈ സിനിമ എന്തിനാണ് ഇത്രയും വലിയ ഹൈപ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ളുത്തരം ഇതിൻ്റെ നിർമ്മാണ രീതിയിലാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതികവിദ്യ പൂർണ്ണമായി ഉപയോഗിച്ച ആദ്യ മലയാളം ചിത്രമാണിത്. നിങ്ങൾ അവതാർ അല്ലെങ്കിൽ ദി ലയൺ കിങ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. LD സ്ക്രീനിലൂടെയും റിയൽ ടൈം ഗ്രാഫിക്സിൻ്റെയും സഹായത്തോടെ സ്റ്റുഡിയോയ്ക്കുള്ളിൽ തന്നെ മറ്റൊരു ലോകം സൃഷ്ടിക്കുന്ന രീതിയാണിത്. ഇതിനായി കൊച്ചിയിൽ മാത്രം 45,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു വമ്പൻ കസ്റ്റം ബിൽഡ് സ്റ്റുഡിയോയാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയത്. ഏകദേശം 570-ലധികം സാങ്കേതിക പ്രവർത്തകരാണ് ഇതിൻ്റെ പുറകിൽ രാത്രിയും പകലുമില്ലാതെ പണിയെടുത്തത്. റോമിൽ ഉൾപ്പെടെയുള്ള വിദേശ ലൊക്കേഷനുകളിലും ചിത്രത്തിന് ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. ഏകദേശം 75 മുതൽ 100 കോടി രൂപ വരെ ബഡ്ജറ്റിലാണ് ഗോകുലം ഗോപാലൻ ഈ ചിത്രം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി നമുക്ക് ഈ മഹാപ്രൊജക്റ്റിനും പിന്നിലും മുന്നിലും പ്രവർത്തിച്ച ആ വമ്പൻ താരനിരയും അണിയറ പ്രവർത്തകരെയും പരിചയപ്പെടാം. പ്രധാന താരനിര: ജയസൂര്യ. ഈ ചിത്രത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ജയസൂര്യയാണ്. തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളികളാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഒരൊറ്റ ചിത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കായി അദ്ദേഹം മറ്റ് 11 വലിയ പ്രൊജക്റ്റുകളാണ് വേണ്ടെന്ന് വെച്ചത്. ശാരീരികമായി മാനസികമായി കത്തനാറാകാൻ അദ്ദേഹം നടത്തിയ ട്രാൻസ്ഫോർമേഷൻ ട്രെയിലറിൽ വ്യക്തമാണ്. ഈയിടെ റിലീസായ ആട് 3യുടെ 100 കോടി വിജയത്തിന് ശേഷം ജയസൂര്യയുടെ കരിയർ ഗ്രാഫ് മാറ്റിവരയ്ക്കാൻ പോകുന്ന ചിത്രമായിരിക്കുമിത്. അനുഷ്ക ഷെട്ടി. ബാഹുബലിയിലെ ദേവസേനയ്ക്ക് ശേഷം അനുഷ്കയുടെ കരിയറിലെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ ചിത്രമാണിത്.
അനുഷ്കയുടെ ഒഫീഷ്യൽ മലയാളം ഡെബ്യൂ കൂടിയാണ് കത്തനാർ. ചിത്രത്തിൽ നിള എന്ന് വളരെ ശക്തവും ദുരൂഹത നിറഞ്ഞതുമായ സ്ത്രീ കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിക്കുന്നത്. പ്രഭുദേവ്. ഇന്ത്യയുടെ സ്വന്തം മൈക്കിൾ ജാക്സൺ പ്രഭുദേവും ചിത്രത്തിൽ ഒരു ലീഡ് റോളിൽ എത്തുന്നുണ്ട്. വെർച്യൂസോ എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഒരു ആക്ഷൻ അല്ലെങ്കിൽ മന്ത്രവാദ പശ്ചാത്തലത്തിലുള്ള വേഷമായിരിക്കും ഇതെന്നാണ് സൂചന. സഹതാരങ്ങൾ. പ്രധാന താരങ്ങൾക്ക് പുറമെ വലിയൊരു സപ്പോർട്ടിംഗ് കാസ്റ്റും ചിത്രത്തിലുണ്ട്. സനൂപ് സന്തോഷ്. ഫിലിപ്പ് ആൻഡ് ദി മങ്കി പെൻ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ താരം ഇതിലൊരു വമ്പൻ റോളിൽ വരുന്നുണ്ട്. ട്രെയിലറിൽ സനൂപിൻ്റെ ഒരു തകർപ്പൻ സ്റ്റണ്ട് സീൻ നമ്മൾ കണ്ടതാണ്. ദേവിക സഞ്ജയ്. ഞാൻ പ്രകാശം ഫെയിം ദേവികയും ചിത്രത്തിലൊരു പ്രധാന വേഷം ചെയ്യുന്നു. സാൻഡി മാസ്റ്റർ. പ്രശസ്ത കൊറിയോഗ്രാഫർ സാൻഡി ഇതിലൊരു നെഗറ്റീവ് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ വേഷത്തിലാണ് എത്തുന്നത്. ഇവരെ കൂടാതെ വിനീത്, നിതീഷ് ഭരദ്വാജ്, ഹരീഷ് ഉത്തമൻ, ശ്രീകാന്ത് മുരളി, കോട്ടയം രമേശ് തുടങ്ങിയ വൻ താര തന്നെ ചിത്രത്തിലുണ്ട്. അണിയറ പ്രവർത്തകർ. സംവിധാനവും എഡിറ്റിംഗും. റോജിൻ തോമസ്. ഹോം, ഫിലിപ്പ് ആൻഡ് ദി മങ്കി പെൻ എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന സംവിധായകൻ. ഇത്തവണ അദ്ദേഹം VFX ഡയറക്ഷനും കൈകാര്യം ചെയ്യുന്നുണ്ട്. തിരക്കഥ ആർ രമാനന്ദ്. വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത്. ഛായാഗ്രഹണം നീൽ ഡി കുഞ്ഞ്. വെർച്വൽ പ്രൊഡക്ഷനിലെ ലൈറ്റിങ്ങും ഫ്രെയിമിങ്ങും അതിമനോഹരമായ അദ്ദേഹം ക്യാമറയിലാക്കിയിട്ടുണ്ട്. സംഗീതം രാഹുൽ സുബ്രഹ്മണ്യം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹോളിവുഡ് ലെവലിൽ എത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം. ഒരു വലിയ സിനിമ വരുമ്പോൾ അതിനു ചുറ്റും ഒരുപാട് കഥകളും ഗോസിപ്പുകളും വരാറുണ്ട്. കത്തനാറിൻ്റെ കാര്യത്തിലും സോഷ്യൽ മീഡിയയിലും ചില ഞെട്ടിക്കുന്ന റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. സാക്ഷാൽ ലാലേട്ടൻ്റെ മാസ് കാമിയോ അപ്പിയറൻസ്. സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ കത്തനാറിൻ്റെ സെറ്റിൽ സന്ദർശിച്ചിരുന്നു. അണിയറ പ്രവർത്തകർ അദ്ദേഹത്തിന് ഒരു ഗണപതി വിഗ്രഹം സമ്മാനിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെയാണ് പടർന്നത്. അതിനുശേഷം ജയസൂര്യയുടെ അതേ കത്തനാർ ലുക്കിൽ ലാലേട്ടൻ നിൽക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ ഇറങ്ങി. കടമറ്റത്ത കത്തനാർക്ക് മന്ത്രവിദ്യകൾ ഉപദേശിച്ചു കൊടുക്കുന്ന ഗുരുവിൻ്റെ റോളിലോ അല്ലെങ്കിൽ ക്ലൈമാക്സിനോട് അടുപ്പിച്ചു വരുന്ന ഒരു മിസ്റ്റിക് കഥാപാത്രമായിട്ടാണോ ലാലേട്ടൻ ഈ ചിത്രത്തിൽ ഉണ്ടെന്നാണ് ഇൻസൈഡ് റൂമറുകൾ. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഇത് സംഭവിച്ചാൽ തിയേറ്ററുകളിൽ ഉണ്ടാകാൻ പോകുന്ന പൂരം ഊഹിക്കാവുന്നതേയുള്ളൂ. അനുഷ്ക ഷെട്ടി കള്ളിയങ്കാട്ട് നീലിയാണോ? ട്രെയിലറിൽ അനുഷ്ക ഷെട്ടിയുടെ ലുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ഭീതിപ്പെടുത്തുന്നതും എന്നാൽ ആകർഷിക്കുന്നതുമായ ഒരു ദുരൂഹത ആ കണ്ണുകളിലുണ്ട്. കത്തനാരുടെ ഐതിഹ്യങ്ങൾ ഏറ്റവും പ്രശസ്തമായത് കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയുമായിട്ടുള്ള പോരാട്ടമാണ്. ചിത്രത്തിൽ അനുഷ്കയുടെ കഥാപാത്രത്തിൻ്റെ പേര് നിള എന്നാണ്. ആരാധകർ കണക്കുകൂട്ടുന്നത് ഈ നീല തന്നെയാണ് പിന്നീട് കള്ളിയങ്കാട്ട് നീലിയായി മാറുന്നതെന്നാണ്. അങ്ങനെയെങ്കിൽ ചിത്രത്തിൽ പ്രധാന വില്ലൻ കഥാപാത്രമായിട്ടാണോ അനുഷ്ക എത്തുന്നത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. നാടൻ ഐതിഹ്യമോ അതോ ഗെയിം ഓഫ് ത്രോൺസോ? ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരു വിഭാഗം ആരാധകർ ഉന്നയിച്ചൊരു വിമർശനമുണ്ട്. ജയസൂര്യയുടെ ലുക്ക് കണ്ടിട്ട് നമ്മുടെ പഴയ നാടൻ കത്തനാരുടെ പോലെയല്ല, മറിച്ച് ഹോളിവുഡ് വെബ് സീരീസായ ഗെയിം ഓഫ് ത്രോൺസിലെ നൈറ്റ്സ് വാച്ച് അംഗങ്ങളെപ്പോലെയുണ്ട് എന്ന്. സിനിമ നമ്മുടെ കേരളത്തിലെ ഐതിഹ്യത്തെ പൂർണ്ണമായി ഹോളിവുഡ് സ്റ്റൈലിലേക്ക് മാറ്റി ഒറിജിനാലിറ്റി കളഞ്ഞോ എന്നൊരു ഗോസിപ്പ് പരക്കുന്നുണ്ട്. എന്നാൽ അണിയറ പ്രവർത്തകർ പറയുന്നത് ഇത് ആഗോള പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പാകത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിൽ മാറ്റിയെഴുതിയ ഒരു പീരിയഡ് ഫാൻറ്റസി ആണെന്നാണ്. എന്നാൽ മലയാളം സിനിമയെ ആഗോളതലത്തിലേക്ക് ഉയർത്താൻ പോകുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും കത്തനാർ എന്നതിൽ യാതൊരു സംശയവുമില്ല. 100 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ പുതിയ ചരിത്രം കുറിക്കുമോ? ചിത്രത്തിൽ ലാലേട്ടൻ കാമിയോ ഉണ്ടാകുമോ? അനുഷ്ക ഷെട്ടി യക്ഷിയായിട്ടാണോ വരുന്നത്? നിങ്ങളുടെ പ്രവചനങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സിനിമാ പ്രേമികളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് മൂവി അപ്ഡേറ്റുകൾ ഗോസിപ്പുകളുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.